ഉള്ളൊഴുക്കിൽ അവാർഡ് പ്രഖ്യാപിക്കുന്നു, സഹനടിയിലേക്ക് അത് മാറുന്നു. ആ സമയത്ത് ചേച്ചീനോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നൊരു ചേച്ചീൻ്റെ പ്രതികരണം. അങ്ങനെ പ്രതികരിച്ചാൽ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നോ? അതായത് ലോകത്ത് സമത്വം നടപ്പിലാക്കിയത് സിനിമയിലൂടെയാണ്. അത് ആർക്കും അറിയില്ല. ജാതി, മതം, അത്തരം ഒരുപാട് കാര്യങ്ങൾ, സവർണർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്ന് അതൊന്നുമില്ല കേട്ടോ. ഇന്നാരൊക്കെയോ വീണ്ടും ഈ തലമുറക്ക് അറിയാത്ത കാര്യങ്ങളെ വിഷലിപ്തമാക്കാനായിട്ട് കുത്തിപ്പൊക്കി എന്തൊക്കെയോ സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മോക്കോ എൻ്റെ മോനോ ആ തലമുറക്കൊന്നും അതിനെപ്പറ്റി അറിയത്തേ ഇല്ല. പക്ഷെ നമ്മൾ കേട്ടറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ സിനിമ എന്നൊരു കലാരൂപം വരികയും ആ സ്ക്രീനിന് മുമ്പിൽ ഒരു കൂത്താടി നിന്ന് ആണ് നിശബ്ദ സിനിമയുടെ കഥ പറഞ്ഞു കൊടുത്തിരുന്നത്. അവിടെ എല്ലാവരും സമന്മാരായി ഇരുന്നിരുന്നു. കുറച്ച് മുൻപിലാണ് യജമാനന്മാരിരുന്നിരുന്നത്. പക്ഷേ ഏറ്റവും പുറകിലിരുന്ന അടിയാന്മാർക്കാണ് കറക്റ്റ് വിഷൻ കിട്ടുക. അതറിയാനുള്ള ബോധം എന്നുള്ളവർക്കില്ല. ഏറ്റവും പുറകിലിരിക്കുന്നവനാണ് യജമാനൻ എന്ന് കാണിച്ചു കൊടുത്തത് സിനിമയാണ്. അപ്പോൾ ഈ കൂത്താടിയായിരുന്നു അന്നത്തെ നായകൻ. ഇത്രയും വലിയ കാര്യങ്ങൾ മഹാരാജാവ് എഴുന്നരുളുന്നു എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടത്തിൽ വരുന്ന ഇതൊക്കെ കാണിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. ആൾക്കാർ ഭയന്ന് ഓടിയിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിൽ കുതിരപ്പുറത്ത് വരുന്നു, ആൾക്കാർ വരുന്നു, മഹാരാജാവിനും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, കാഹളം മുഴക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഓടിയിട്ടുണ്ട്. അന്ന് ഈ ടെൻറ്റ് പോലൊക്കെ കെട്ടിയിട്ടാണ്, മണൽ ഒക്കെ കൂട്ടിയിട്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്ന് ആ ഒരു കൊട്ടകയ്ക്കകത്തുള്ള സമത്വമാണ് ലോകത്താദ്യം നടപ്പിലായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കിയതും. മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഒരു കലാകാരിയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. ഒരു കാലത്ത് അങ്ങനെ എന്താ പറയുന്നത്, നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും നടപ്പിലാക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൂറി. ഇത് ഞാൻ ഗവൺമെൻറ്റിനോട് ചോദിക്കുകയില്ല. അവരതിന് അർഹതയുള്ളവരാണ്, സിനിമയെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരാണെന്ന് വിശ്വസിച്ച് ഒരു ഗ്രൂപ്പിനെ, ഒരു ജൂറി ഏൽപ്പിക്കുന്നു. അവരുടെ വിധിയാണ് അന്തിമമായ തീർപ്പ്. എന്നിരിക്കെ അതിനകത്തൊരു ഇങ്ങനെ പക്ഷപാതപരമായ സമീപനം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്നുള്ള എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. അതുകൊണ്ട് ഒട്ടും കുറഞ്ഞതല്ല ആ അവാർഡ്. എന്നെ സംബന്ധിച്ച് ആ അവാർഡിന് എല്ലാ മൂല്യവുമുണ്ട്. അത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ എനിക്കരുതാത്തത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉറക്കെ സംസാരിച്ചും പ്രതിഷേധിച്ചും സമരം ചെയ്തുമൊക്കെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നീതി നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാതെ നിശബ്ദത പാലിച്ചിട്ടല്ല. എല്ലാവർക്കും ഗാന്ധിയാവാൻ സാധിക്കില്ല.